ആരാ? എന്താ? ഞങ്ങൾ KSEB-യിൽ നിന്ന് വരികയാണ്. നിങ്ങൾ കണക്റ്റഡ് ലോഡ് ഇതുവരെ ചേഞ്ച് ചെയ്തില്ലല്ലോ. ഈ കട തുടങ്ങുമ്പോൾ ഇതിൽ കണക്റ്റഡ് ലോഡ് കാണിച്ചിരുന്നത് 750 വാട്ട്സ് ആണ്. നിങ്ങൾ ഇവിടെ ഈ കട തുടങ്ങുന്ന ടൈമിൽ ഇവിടെ 2 ലൈറ്റ് 2 ഫാന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് ആ ഉള്ള സാധനത്തിന്റെ ലോഡ് മാത്രം കാണിച്ചിട്ടാവും ഇവിടെ കറണ്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇവിടെ AC വെച്ച്, കൂളർ വെച്ച്, പിന്നെ പല മെഷീനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാനുകളുണ്ട്, കുറെ ലൈറ്റുകളുണ്ട്. അപ്പൊ വലിയ ലോഡാണ് ഇതിൽ കൂടിയിട്ടുള്ളത്. അന്ന് നിങ്ങൾ കാണിച്ചിട്ടുള്ള വാട്ട്സ് 750 വാട്ട്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ എന്തായാലും ഒരു 3000 വാട്ട്സിന് മുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കട തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അധിക ഉപയോഗത്തിന്റെ തുക ഫൈനായിട്ട് നൽകേണ്ടി വരും. മാഡം, ഞങ്ങൾ ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ല. ഇനി എന്താ ചെയ്യാ? ഇനിയും നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. കാരണം ന്യൂസിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരും കാര്യമാക്കി എടുക്കാത്തോണ്ടാണ്. അയ്യോ മാഡം, എങ്ങനെങ്കിലും ഇതൊന്നും ഒഴിവാക്കി തരാൻ പറ്റുമോ? വലിയ പൈസ അല്ലേ ഫൈനായിട്ട് വരിക. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ഫൈൻ അടച്ചേ മതിയാവും. സോറി, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. ഞങ്ങൾ എന്താ ചെയ്യാം? രാവിലെ മുതൽ ഓരോ കടയിൽ കയറിക്കൊണ്ടിരിക്കുക ഇതുപോലെ. ഇതാ, ഇതുമായിട്ട് വന്നിട്ട് നിങ്ങൾ എയിനെ കണ്ടാ മതി. ഈശ്വരാ, ഇത്രയും പൈസ നിങ്ങൾ എവിടുന്നാ ഉണ്ടാക്കുക? എത്ര ദിവസമായി ഞാൻ ഏട്ടനോട് പറയുന്നത് ആ കടയുടെ കണക്റ്റഡ് ലോഡിന്റെ ഇത് കൂട്ടിയിടാന്. ഇപ്പൊ എന്താണ് ഇപ്പൊ ഈ രാത്രി നമുക്ക് കണക്കിലോട് കൂട്ടാള് കിടന്നുറങ്ങിക്കായി ഈ സമയത്ത് നീ കണക്കിലോട് കൂട്ടാൻ ഏട്ട കിടക്കല്ലേ? ഞാൻ ഇപ്പൊ സ്വപ്നം കണ്ട് ഞെട്ടി നീറ്റതാ KSEB-ക്കാർ വന്നിട്ട് ഫൈൻ ഇടുന്നത്. എന്താണ് എന്ത് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു? KSEB-ക്കാർ വന്നിട്ട് കണക്റ്റഡ് ലോഡ് കൂട്ടിയിട്ടോന്ന് ചോദിച്ചിട്ട് ഞാൻ ഇല്ല പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇതിനുള്ള ടൈമൊക്കെ പറഞ്ഞതല്ല, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഫൈൻ ഈടാക്കും, നിങ്ങൾ കട തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള ഫൈൻ ഈടാക്കും എന്ന് പറഞ്ഞു. എന്തായാലും നാളെ കൊടുക്കാം. എന്തായാലും പോരെ, നാളെ ചെയ്തോ, കൊടുത്താ മതി. നാളെ ഉറപ്പായിട്ടും ചെയ്യാം. പോരെ, കൊണ്ടുകൊടുക്കടോ. ഞാൻ വേഗം കൊടുത്തോളാം. മാർച്ച് 31 വരെ ഡേറ്റ് ഉള്ളൂ കേട്ടാ. ഇവിടെ ഓഫീസിൽ പോയി അതിന്റെ പേപ്പർ കിട്ടൂലേ? അതിന്റെ ബില്ല് തൊട്ടാ പോരെ, വേണ്ട താനം കണ്ടാള്. അങ്ങനെ തന്നെ. എന്നാ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.